ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. ഷോർട്സ് അല്ല, ഫുൾ വീഡിയോ ആണ്. നമ്മുടെ ഒരു 4 തള്ളമാർ അടയിരിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഒരാൾ ഫുള്ള് വിരിഞ്ഞു. ഒരു അഗ്രഷനും ഇല്ല, നല്ല ഒരു ലവ്ലി ആയിട്ടുള്ള തള്ളയാണ്. അപ്പോൾ വിരിയുന്ന മക്കളെ ഞാൻ ഇതിൻ്റെ കൂടെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നാണ് ഫസ്റ്റ് ഡേ. ഇന്ന് 3 ദിവസം വിരിഞ്ഞിട്ട് നമ്മൾ ഇന്നാണ് ഇപ്പം തീറ്റ കൊടുക്കുന്നത്. ആദ്യത്തെ 2 ദിവസം അവർക്ക് ഭക്ഷണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡ്രിങ്കർ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു. മഞ്ഞൾ വെള്ളവും പിന്നെ ഒരു ഹോമിയോ മരുന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട്, അതും കൂടെ ചേർത്തിട്ട്. അപ്പോൾ ഇത് 14 മക്കളുണ്ട്. ബാക്കി വിരിയുന്നുണ്ട്, അവരെയും കൂടി ഇതിനകത്തിട്ട് ആഡ് ചെയ്യണം. പിന്നെ നമുക്ക് കൂടിങ്ങനെ ഷെഡ് മാറ്റി ഷെഡിൽ നിന്ന് ഇങ്ങനെ ഇതിൽ ലൈൻ ബ്രീഡിങ് ചെയ്യാനുള്ള ഉദ്ദേശമാണ്. ഇപ്പം അടുത്ത ഇവരെ ഈ ഒരു സിൽവർ പുള്ളി പൂവനെയും ഈ ബ്ലാക്കിനെയും കൂടി ഇട്ടിട്ട് ലൈൻ ബ്രീഡിങ് അവർക്ക് മുട്ടയിടാനുണ്ട്. ഇവരുടെ കുട്ടികൾ എങ്ങനെ ഇറങ്ങാമെന്നൊക്കെ നമുക്ക് നോക്കാം. അങ്ങനെയുള്ള ഒരു സെറ്റപ്പിലാണ് ഇവനെയും ഇവളെയും കൂടെ നമ്മൾ ബ്രീഡിങ്ങിന് ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ കാപ്പിരിപ്പെണ്ണിനെ അടയായി. നമ്മൾ എല്ലാവരോടും പറയുന്നതാണ് എപ്പോഴും. അവൾ 9 ഇപ്പം 3, 6, 9 മുട്ട ഇട്ടിട്ടുണ്ട്. അവളിപ്പോൾ അടയായിട്ടുണ്ട്. ചിലപ്പോൾ ഒരു മുട്ടയുടെ ചിലപ്പോൾ ഇടും, അല്ലെങ്കിൽ അടയാണ്. ഈ 7 കളർ പൂവാനായിട്ടാണ് നമ്മൾ ബ്രീഡിങ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുട്ടികൾ വിരിയുന്നത് ഏത് പാറ്റേണിൽ വരും. 7 കളർ കുട്ടികളായിരിക്കും കാപ്പിരിയിൽ ഇറങ്ങാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അവരുടെ വീഡിയോ കുഞ്ഞുങ്ങൾ ഇറങ്ങുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇവർ 2 പേര് ഇത് ബ്രീഡിങ്ങിന് മാത്രമാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇവരെ ഫ്രീ ആയിട്ട് വിടും. ഇവർ മേറ്റ് ചെയ്തതിന് നമുക്ക് ഷുഗർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നത്. പിന്നെ അടുത്ത അതേപോലെ തന്നെ ഒരു ലൈനേജ് തള്ളയും. ഇതിൻ്റെ ഇൻബ്രീഡിങ് ഒഴിവാക്കാനായിട്ടാണ്. ഇതിൻ്റെ കുട്ടിയാണ് ഇവിടെ താഴെയുള്ള നമ്മുടെ ബ്രീഡിങ് പൂവൻ. അപ്പോൾ ഇൻബ്രീഡിങ് ഒഴിവാക്കാനായിട്ട് നമ്മൾ അവനെ മാറ്റിയിട്ടിരിക്കുകയാണ്. ഇവനാണ്, ഇവനും ഇവളുടെ മാനാണിത്. അപ്പം വേറെ ലൈനേജ് പെടയുണ്ട്. അത് അടയായിരുന്നു. അതിൻ്റെ കുട്ടികൾ ഒക്കെ വളർന്ന് നമ്മൾ സെയിൽ ചെയ്തു. അപ്പോൾ അവരുടെ ബ്രീഡിങ്ങിനുള്ള സെറ്റപ്പാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ മുട്ടയിട്ട് തുടങ്ങിയില്ല. അത് 11ഓളം മുട്ടയിടും. 11ഓളം മുട്ടയിട്ടാണ് അടയാകുക. അപ്പോൾ ഇവരുടെ വിശേഷങ്ങൾ നമ്മൾ മുട്ടയിട്ട് കഴിഞ്ഞാൽ അവർ അടയാകുന്നതും വിരിയുന്നതും എല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ലൈൻ ബ്രീഡിങ് ചെയ്ത് ഇറങ്ങുന്ന കുട്ടികളെ വേണ്ടുന്ന സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യണം. ഇതിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതേ സെയിം ബാച്ച് ഒരു 17 കുട്ടികളുണ്ട്. 2 മാസം എത്താനായത്. അവിടെ നമ്മൾ ഇപ്പോൾ അങ്ങ് വലിയ കുട്ടികളുടെ പുറകിൽ ഷെഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരെ നമുക്ക് വേണ്ടുന്നവർക്ക് നമുക്ക് തരാം, കുഴപ്പമില്ല. ബാക്കിയെ കാണാൻ ഒക്കെ നമ്മൾ ഇങ്ങനെ ഷെഡിലേക്ക് പോവുകയാണ്. നമ്മുടെ ചെറിയൊരു ഇഷ്ടാങ്കിൽ കുറച്ച് മീനുകളൊക്കെ ഉണ്ട്. എല്ലാവരെയും കാണാൻ പറ്റത്തില്ല. വൈറ്റും ബ്ലാക്കും ഒക്കെ മോളി ഫിഷുകളൊക്കെയാണ് ഉള്ളത്. എല്ലാവരെയും കാണാൻ പറ്റത്തില്ല. നമുക്ക് കോഴികളിപ്പോൾ കുറവാണ്, കുട്ടികളാണ് നമുക്കുള്ളത്. പുല്ലുകൾ, മുത്തുകൾ, ഇതെല്ലാം നമ്മൾ കോഴികൾക്ക് വേണ്ടി വളർത്തണം. മുത്തുകളും പുല്ലും കുടവനും എല്ലാം. ഷെഡിനുള്ളിലേക്ക് നമ്മൾ കയറി. ആ ബ്ലാക്ക് നേക്കഡിനൊക്കെ അമ്മ ഇവിടെയാണ് ഇരുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തത്. ഇത് നമ്മുടെ ഷെഡാണ്. ഇതിനകത്ത് ലൈൻ ബ്രീഡിങ് ചെയ്യാനായിട്ട് 3 അറയുണ്ട്. ഇപ്പം നമുക്ക് അത്രയും കോഴികളില്ല. 6 7 പിടക്കോഴികളേ ഉള്ളൂ. നമ്മൾ കുറച്ച് റെഡ്യൂസ് ചെയ്ത് നമ്പർ. ഇതെല്ലാം ഇന്നലെ വിരിഞ്ഞ കുട്ടികളുടെ മുട്ടത്തോടുകളൊക്കെ എടുത്തുകൊണ്ട് പോയി. ഇനി നമുക്ക് ഇവിടെ ഇത് വിരിയാനുണ്ട്. ഇതും വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇവരുടെ മക്കളാണ് നമ്മൾ അങ്ങോട്ട് ആഡ് ചെയ്തേക്കുന്നത്. വാ മക്കളെ, ബാ 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 ബാ. ഇവരാണിപ്പോൾ നമുക്ക് 2 മാസം എത്താനായ കുട്ടികൾ. ഇവരെ ഇത്രയും ഇത് കൂടുതൽ വൈറ്റാണ്. വൈറ്റ് പൂവനങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ ബ്രീഡിങ് പൂവൻ. അവൻ്റെ കുട്ടികളാണ് ഇത് കൂടുതൽ. പിന്നെ ഇതിനകത്ത് നമുക്ക് കൊടുക്കാനായിട്ട് ഹലോ ബാ 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 ബാ. ഈ പുള്ളിപ്പൂവൻ, ഈ പുള്ളി കാപ്പിരി, ഇവൻ പൂവനാണ്. ഈ വയറ്റിൽ ഗോൾഡുള്ള ഈ പൂവൻ, ആ ചാരപ്പുള്ളിപ്പൂവൻ. ഇതെല്ലാം നമുക്ക് സെയിലിനുള്ളതാണ്. ഇത്രയും കോഴികൾ നമുക്ക് ഇപ്പം നിലവിലുള്ളത്. ഇവരെല്ലാം നമുക്ക് സെയിലാക്കാനായിട്ടുള്ളതാണ്. ആവശ്യമുള്ള സുഹൃത്തുക്കൾ വരികയാണെങ്കിൽ നമ്മൾ ഇത് നൽകുന്നതായിരിക്കും. ഈ പൂവനും സെയിലിനാണ്, ഈ പൂവനും സെയിലിനാണ്, ഈ പൂവനും സെയിലിനാണ്. ഈ പാവപ്പെട്ട ഈ പുള്ളിപ്പൂവൻ ഇവനും സെയിലിനാണ്. അടിപൊളി പൂവാണ്. അതിപ്പോൾ 8 മാസമായി. എൻ്റെ കാലിൽ എന്തിരിക്കുന്നുണ്ടോ? അപ്പോൾ നോക്കാം, ഇവിടെ ഇനി ആരെങ്കിലും കാണാൻ വിരിഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. ഇല്ല, 4 6. അപ്പോൾ 3 ഇതിൽ നിന്ന് വിരിഞ്ഞായിരുന്നു.
ഇത്രയൊക്കെ ഉള്ളൂ, കുഞ്ഞൊരു വീഡിയോ ആണ്. ഓക്കെ ഫ്രണ്ട്സ്.